നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മറ്റൊരു സംഭവം കൂടി. തന്റെ 90 വയസ്സുള്ള ഭർത്തൃമാതാവിനെ തോളിലേറ്റി 5 കിലോമീറ്റർ ദൂരം റോഡിലൂടെ നടന്ന് ബാങ്കിലെത്തി 50 വയസ്സുള്ള മരുമകൾ. അതികഠിനമായ ചൂടും പൊള്ളുന്ന കോൺക്രീറ്റ് റോഡും സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയും ഒക്കെ തെല്ലും വകവെക്കാതെയാണ് അവർ അത്രയും ദൂരം നടന്നു വന്നത്. ആ വയോധികയുടെ തുച്ഛമായ പ്രതിമാസ പെൻഷൻ തുകയായ 500 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ ദുരിതം പിടിച്ച യാത്ര. ഛത്തീസ്ഗഡിലെ സർഗുജ ജില്ലയിൽ നിന്നുള്ള ഹൃദയഭേദകമായ ഈ ദൂരയാത്ര യാദൃച്ഛികമായി ആ വഴി വന്ന ഒരാളാണ് ക്യാമറയിൽ പകർത്തിയത്. ജഗൽപാറ ഗ്രാമവാസിയായ സുകുമനിയ ആണ് ഭർത്തൃമാതാവിനെ തോളിലേറ്റി ആ ബാങ്കിലേക്ക് വന്നത്. ബാങ്ക് മിത്ര എന്ന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പ്രതിമാസ പെൻഷൻ വീട്ടിൽ എത്തിക്കുമായിരുന്നുവെന്നും എന്നാൽ KYC വിവരങ്ങൾ പൂർണ്ണമല്ലാത്തതിനാൽ ഭർത്തൃമാതാവിന് പെൻഷൻ നിഷേധിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ 4 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്നും സുകുമനിയ പറഞ്ഞു. തുടർന്നാണ് മെയിൻപട്ടിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെത്താൻ കാൽനടയായി അവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ചത്. ജനുവരിയിലാണ് അവസാനമായി പെൻഷൻ നൽകിയതെന്നും KYC വിവരങ്ങൾ പൂർണ്ണമല്ലാത്തതിനാൽ സേവനം നിർത്തിവച്ചിരിക്കുകയാണെന്നും മെയിൻപട്ട് ജൻപത് പഞ്ചായത്ത് CEO ഖുശ്ബു ശാസ്ത്രിയും സ്ഥിരീകരിച്ചു. ഭർത്തൃമാതാവിനെ തോളിലേറ്റിയാണ് സുകുമനിയ ബാങ്ക് ശാഖയിൽ എത്തിയെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ 4 മാസത്തെ പെൻഷൻ തുകയായി 2000 രൂപ നൽകിയെന്നും ഖുശ്ബു ശാസ്ത്രി പറഞ്ഞു. ജൂൺ മുതൽ ഇവരുടെ വീട്ടിൽ നേരിട്ടെത്തി ഈ പെൻഷൻ തുക കൈമാറുമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പു നൽകിയിട്ടുമുണ്ട്. സർക്കാരിന്റെ വീഴ്ചയെ വിമർശിച്ച മുൻ ഉപമുഖ്യമന്ത്രി TS സിംഗ്ഡിയോ രംഗത്ത് വന്നു. വോട്ട് ചോദിച്ച് ജനങ്ങളുടെ വീട്ടിലെത്തുന്ന രാഷ്ട്രീയക്കാർ സംസ്ഥാനത്തെ വയോജനങ്ങൾക്ക് പെൻഷൻ വീട്ടിലെത്തിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിത്യസംഭവങ്ങളാണ്. ഇവർ പെൻഷൻ വാങ്ങാൻ വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചാണെങ്കിലും ബാങ്കിലെത്തി. എന്നാൽ പെൻഷൻ ഉണ്ടെന്നറിയാത്ത ആയിരക്കണക്കിന് ആളുകളും അവിടെയുണ്ട്. ആ പെൻഷനൊക്കെ ആരെങ്കിലും ഇവരുടെ പേരിൽ വാങ്ങുന്നുമുണ്ടാകും. നേരത്തെ ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിൽ തന്റെ സഹോദരി മരിച്ചുവെന്ന് തെളിയിക്കുന്നതിനായി അസ്ഥികൂടം ബാങ്കിലേക്ക് കൊണ്ടുപോയ ഒരു സംഭവം നമ്മൾ അറിഞ്ഞതാണ്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന സർക്കാർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അന്ന് തെളിയുകയും ചെയ്തു. ഡിയാനലി ഗ്രാമത്തിൽ നിന്നുള്ള 59 വയസ്സുകാരനായ ജിത്തു മുണ്ടയാണ് തന്റെ സഹോദരിയുടെ ഭൗതിക അവശിഷ്ടങ്ങളുമായി ബാങ്കിലെത്തിയത്. മരിച്ചുപോയ തന്റെ സഹോദരിയുടെ അക്കൗണ്ടിലുള്ള 19,300 രൂപ പിൻവലിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തത്. ഇതിനായി സഹോദരിയുടെ മൃതദേഹം കുഴിച്ചെടുത്ത് അസ്ഥികൂടം ബാങ്കിൽ എത്തിക്കുകയായിരുന്നു. അന്ന് രാവിലെ 11:30 ജിത്തുമുണ്ട ബാങ്കിൽ എത്തിയതാണ്. അദ്ദേഹം 2 തവണ ബാങ്ക് മാനേജരെയും മറ്റ് ജീവനക്കാരെയും കണ്ടിരുന്നു. എന്നാൽ ബാങ്കിൽ നിന്ന് നിരാശനായി മടങ്ങേണ്ടി വന്നതോടെയാണ് അദ്ദേഹം അസ്ഥികൂടവുമായി വീണ്ടും ബാങ്കിലെത്തിയത്. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ജിത്തു മുണ്ടയെയും സഹോദരി കൽറ മുണ്ടയെയും നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നും ഇരുവരും പലതവണ ഒന്നിച്ച് ആ ബാങ്ക് സന്ദർശിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കൽറയുടെ മരണത്തിന് 1 മാസം മുമ്പ് ഡിസംബർ 26-നാണ് അവർ അവസാനമായി ബാങ്കിലെത്തി 500 രൂപ പിൻവലിച്ചത്. സംഭവം വിവാദമായതോടെ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടുകയും മരിച്ച കൽറയുടെ മരണ സർട്ടിഫിക്കറ്റും അവകാശ രേഖകളും വേഗത്തിൽ ശരിയാക്കി ജിത്തുവിന് നൽകുകയും ചെയ്തു. കൂടാതെ റെഡ് ക്രോസ് ഫണ്ടിൽ നിന്നും 30,000 രൂപ ധനസഹായവും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്.